Class 5, Chapter 10, Mupatak or Dharpatak. If you want more videos, please write which class and chapter name in comment box. दो पहलवान थे, मुपटक और धरपटक. രണ്ട് ഗുസ്തിക്കാരനുണ്ടായിരുന്നു, मुपटक धरपटक. मुपटक पहलवान की बड़ी चर्चा थी. मुपटक पहलवान ने കുറിച്ചിട്ടായിരുന്നു എല്ലാവരുടെയും ചർച്ചകൾ. उसके जैसे शेकीबाज पहलवान कोई नहीं था. അവനെ പോലത്തെ പൊങ്ങച്ചക്കാരൻ ആരും ഉണ്ടായിരുന്നില്ല. ഷെക്കിബാസ് പൊങ്ങച്ചക്കാരൻ. മഗർ ധർപട്ടക് പെഹൽവാൻ സച്മുച്ച് കാ ഭാരി ഭർക്കം പെഹൽവാൻ ഥാ. ധർപട്ടക് പെഹൽവാനായിരുന്നു ശരിക്കുള്ള ഗുസ്തിക്കാരൻ. നല്ല വെയിറ്റുള്ള നല്ല കനത്ത ഒരു ഗുസ്തിക്കാരൻ തന്നെ. മുപ്പട്ടക് പെഹൽവാൻ की प्रशंसा से उसे बड़ी जलन होती थी. മുപ്പട്ടക് പെഹൽവാനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ധർപട്ടക് പെഹൽവാന് അസൂയ ഉണ്ടായിരുന്നു. एक दिन उससे रहा नहीं गया. ഒരു ദിവസം അവന് സഹിക്കാൻ പറ്റിയില്ല. उसने अपने कंबल में 90 मन आटा बांधा, उसे पीठ पर लादा और मुपटक पहलवान से जोर आजमाने के लिए उसके घर की ओर चला. ധർപട്ടക് പെഹൽവാൻ അവൻ്റെ കമ്പൽ ബ്ലാങ്കറ്റിൽ 90 ഗോതമ്പ് പൊടി വെച്ചു. ഉസെ പീഠ് പർ ലാദ അതിനെ മുതുകത്ത് ഏറ്റി. എന്നിട്ട് മുപ്പട്ടക് പെഹൽവാൻ സെ സോർ ആസ്മാനെ കെ ലിയെ അവൻ്റെ മുപ്പട്ടക് പെഹൽവാൻ്റെ കൂടെ ഗുസ്തി അടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. രാസ്തേ മേ ഏക് ബഡാ സാ താലാബ് ദേക്കർ വഹ റുക് ഗയ. വഴിയിൽ ഒരു വലിയ കുളം കണ്ടിട്ട് അവൻ നിന്നു. ഉസെ സോറോ കി ഭൂഖ് ലഗി ഥി. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. പ്യാസ് സെ ഉസ്കാ ഗലാ സൂഖ് രഹാ ഥാ. ദാഹം കൊണ്ട് അവൻ്റെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. तालाब के किनारे अपनी गटरी रखकर उसने तालाब के पानी से अपना आटा साना. കുളത്തിൻ്റെ അടുത്ത് അവൻ്റെ ആ കെട്ട് വെച്ചിട്ട് അതിലുള്ള ഗോതമ്പിനെ ഈ കുളത്തിൻ്റെ വെള്ളം കൊണ്ട് കുഴച്ചു. താലാബ് കാ ആധാ പാനി ഇസ്മെ ലഗ് ഗയ. കുളത്തിൻ്റെ പകുതി വെള്ളം അതിലേക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. ആട്ട സാൻകർ ഉസ്കാ ഏക് ബഡാ സാ ഗോല ബനാക്കർ അപ്നെ മുഹ് മേ ഡാൽ ദിയ. ആ ഗോതമ്പ് കുഴച്ചിട്ട് വലിയൊരു ഉരുളയാക്കിയിട്ട് അയാളുടെ വായിലേക്ക് ഇട്ടു. ഫിർ ധർപട്ടക് പാനി പീനെ താലാബ് മേ ഉത്ര. എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് കുളത്തിലേക്ക് ഇറങ്ങി. और आधे भरे तालाब का सारा पानी पी गया. ബാക്കിയുള്ള പകുതി വെള്ളം കൂടി ആ കുളത്തിൻ്റെ പകുതി വെള്ളം കൂടി അയാൾ കുടിച്ച് തീർത്തു. പാനി പീക്കർ ഉസ്നെ ഏക് ജോർദാർ ഡക്കാർ ലി. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ടൊരു ഏമ്പക്കം വിട്ടു. और इसके बाद तालाब के किनारे लेट कर खर्राटे भरने लगा. എന്നിട്ട് കുളത്തിൻ്റെ അരികിലിരുന്നിട്ട് അയാൾ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഖർറാട്ടെ കൂർക്കം, ഡക്കാർ ഏമ്പക്കം. ഉസ് താലാബ് മേ റോസ് ഏക് ഹാത്തി ആക്കർ പാനി പീത്താ ഥാ. ആ കുളത്തിൽ എന്നും ഒരു ആന വന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. തോടി ഹി ദേർ ബാദ് വഹ പാനി പീനെ ആയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആന വെള്ളം കുടിക്കാൻ വന്നു. താലാബ് കോ സൂഖ ദേക്കർ ഉസെ ബഹുത് ഗുസ്സ ആയ. വെള്ളം ഒട്ടുമില്ല കണ്ടപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നു. വഹാ പർ ഏക് ആദ്മി കോ ലേട്ടാ ദേക്കർ ഹാത്തി നെ ക്രോധ് മേ ആക്കർ. അവിടെ കുളത്തിൻ്റെ അടുത്ത് ഒരു ആളെ കിടക്കുന്നത് കണ്ടപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ടോ ഉസ്കെ സർ പർ അപ്ന ഭാരി ഭർക്കം पैर रख दिया. ആന തൻ്റെ കാല് ധർപട്ടക് പെഹൽവാൻ്റെ മേലെ വെച്ചു. തൻ്റെ കാല് ധർപട്ടക് പെഹൽവാൻ്റെ മേലെ വെച്ചു. पैर रखते ही धरपटक पहलवान की नींद टूट गई. ആന കാല് വെച്ചതും ധർപട്ടക് പെഹൽവാൻ്റെ ഉറക്കം പോയി. उसने अपने पास एक हाथी को खड़े देखा तो खींचते हुए कहा. खींचते हुए ദേഷ്യത്തോടെ. ധർപട്ടക് പെഹൽവാൻ്റെ അടുത്ത് ഒരു ആനയെ കണ്ടപ്പോൾ ആ ഗുസ്തിക്കാരൻ ദേഷ്യത്തോടെ പറഞ്ഞു, അരേ അഗർ തും മേരാ സിർ ही दबाना चाहते हो तो ज़रा ढंग से तो दबाओ. നീ എൻ്റെ തല അമത്താനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കുറച്ച് ശരിക്കും അമത്തിക്കൂടെ. ധർപട്ടക് പെഹൽവാൻ की बात सुनकर हाथी को और गुस्सा आ गया. ഇത്രയും ചെയ്തിട്ടും ധർപട്ടക് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആനയ്ക്ക് കുറച്ചും കൂടി ദേഷ്യം വന്നു. വേ ഉസെ അപ്നി സൂണ്ട് മേ ലപേട്ട് കർ ഉछालने जा ही रहा था कि. ആന തൻ്റെ തുമ്പിക്കൈ വെച്ചിട്ട് ധർപട്ടക് പെഹൽവാനെ എടുത്ത് പൊക്കാൻ പോകുമ്പോഴേക്കും धरपटक पहलवान ने फुर्ती से उठकर उस हाथी को पकड़कर अपने झोली में डाल दिया. ധർപട്ടക് പെഹൽവാൻ പെട്ടെന്ന് തന്നെ ആ ആനയെ എടുത്തിട്ട് തൻ്റെ കെട്ടിൻ്റെ ഉള്ളിലിട്ടു. और वहाँ से आगे चल पड़ा. അവിടെ നിന്ന് പോയി.
അവിടെ നിന്ന് പോയി. मुंहपटक पहलवान के घर के सामने पहुंचकर धरपटक पहलवान ने हाँक लगाई. हाँक लगाना ഉറക്കെ പറയുക അല്ലെങ്കിൽ ഒച്ചത്തിൽ പറയുക. മൂപ്പട്ടക് പെഹൽവാൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിട്ട് ധർപ്പട്ടക് പെഹൽവാൻ വളരെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, കഹാ ഹോ മൂപ്പട്ടക്, എവിടെയാണ് മൂപ്പട്ടക്? സുനാഹെ തും ബഡേ പെഹൽവാൻ ഹോ, കേട്ടിട്ടുണ്ടല്ലോ നീ ഭയങ്കര ഗുസ്തിക്കാരനാണെന്ന്. ഹിമ്മത്ത് ഹോ തോ മേരെ സാമനെ ആവോ, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വരൂ. ये सुनकर മൂപ്പട്ടക് घबरा गया. ഇത് കേട്ടതും മൂപ്പട്ടക് പേടിച്ചുപോയി. घबरा गया പേടിച്ചുപോയി. डर के मारे वह अपने घर के पिछले दरवाजे से निकलकर जंगल में जाकर छिप गया. പേടിച്ച് വരച്ച് അയാളുടെ വീടിൻ്റെ പിന്നിലത്തെ വാതിൽ കൂടെ പോയിട്ട് കാട്ടിൽ ഒളിച്ചിരുന്നു. മൂപ്പട്ടക് की पत्नी ने बाहर आकर कहा, जी वे तो घर पर नहीं है. മൂപ്പട്ടക്കിൻ്റെ ഭാര്യ വെളിയിൽ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. कोई पहाड़ ठेलने गए हैं, ഏതോ മലകളെ തള്ളാൻ പോയിരിക്കുകയാണ്. പഹാ ठेलना മലകളെ തള്ളാം. धरपटक ने झोली से हाथी को निकालकर उसके आंगन में फेंकते हुए कहा. ധർപ്പട്ടക് തൻ്റെ കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ ആനയെ വലിച്ച് മുറ്റത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, इसे अपने पति को दिखाकर कहो कि धरपटक पहलवान उससे जोर आजमाना चाहता है. ഇതിനെ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കാണിച്ചിട്ട് പറയൂ, ധർപ്പട്ടക് പെഹൽവാൻ മൂപ്പട്ടക് പെഹൽവാൻ്റെ കൂടെ ഗുസ്തി അടിക്കാൻ വന്നിരിക്കുകയാണ്. ऐसे विचित्र बात देखकर മൂപ്പട്ടക് की पत्नी और उसका बेटा घबरा गए. എന്തൊരു വിചിത്രമായ കാര്യം ആണ്. ഇത് കണ്ടിട്ട് മൂപ്പട്ടക്കിൻ്റെ പത്നിയും ഭാര്യയും മകനും പേടിച്ചുപോയി. ലേക്കിൻ മൂപ്പട്ടക് കാ ലഡ്ക ബഡാ ചാലാക് था. മൂപ്പട്ടക്കിൻ്റെ മകൻ ഭയങ്കര സൂത്രശാലിയായിരുന്നു. ഉസ്നെ അപ്നി കർക്കശ് ആവാസ് മേ ചീഖ്തേ ഹുവേ കഹാ. കർക്കശ് ആവാസ് ഭയങ്കരമായ ഹാർഷ് സൗണ്ട്. ആ നല്ല ഒരു ഭയങ്കര ശബ്ദത്തിൽ ഒച്ചയിൽ പറഞ്ഞു, ഓ മാ इस आदमी ने मेरी और एक चूहा फेंका है. അമ്മ, ഈ ആൾ എൻ്റെ നേരെ ഒരു എലിയെയാണല്ലോ എറിഞ്ഞിരിക്കണത്. അബ് ബത്താവോ മേ ക്യാ കറും, ഇനി പറയൂ ഞാൻ എന്താ ചെയ്യണ്ടേ? ഉസ്കി മാ ബോലി. അപ്പോൾ അമ്മ പറഞ്ഞു, ഘബ്രാ മത് ബേട്ട, അപ്നെ പിതാക്കോ ആനേ ദേ. പേടിക്കണ്ട മകനെ, അച്ഛൻ ഒന്ന് വന്നോട്ടെ. വഹി ഇസ് ആദ്മി സെ നിപटेंगे. അദ്ദേഹം നിൻ്റെ അച്ഛൻ ഇയാളെ കൈകാര്യം ചെയ്തോളും. फिलहाल इस चूहे को झाड़ू मारकर फेंक दे. തൽക്കാലം ഈ എലിയെ അടിച്ചുവാരി വിട്ടോളൂ. इसके बाद झाड़ू लगाने की आवाज़ आने लगी. ഇത് കഴിഞ്ഞിട്ട് അവർ ചൂലും കൊണ്ട് അടിച്ചു വാരാൻ തുടങ്ങി. फिर उस लड़के ने कहा, माँ ये चूहा तो नाली में गिर पड़ा. അമ്മ, ഈ എലി കുഴിയിൽ വീണുപോയല്ലോ. धरपटक पहलवान सोचने लगा, जिसका बच्चा इतना ताकतवर है वे स्वयं भी ज़रूर मेरा जैसे ही ബൽശാലി ഹോഗ. ധർപ്പട്ടക് പെഹൽവാൻ ഇത് കേട്ടിട്ട് ആലോചിക്കാൻ തുടങ്ങി. ആരുടെ കുട്ടിയാണോ ഇത്ര ശക്തിശാലി, അവർ സ്വയം തന്നെ ഭയങ്കര ബലശാലിയായിരിക്കുമല്ലോ എന്നെ പോലെ തന്നെ. മൂപ്പട്ടക് പെഹൽവാൻ के घर के सामने काफ़ी ऊंचा ताड़ का एक पेड़ था. മൂപ്പട്ടക് പെഹൽവാൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ പനമരം ഉണ്ടായിരുന്നു. ധർപ്പട്ടക് ने पेड़ को उखाड़कर कहा. ധർപ്പട്ടക് ആ മരത്തിനെ പിഴുതെറിഞ്ഞിട്ട് പറഞ്ഞു, ഓ ഛോക്കരെ, അപ്നെ പിതാ സെ കഹന മുझे एक छड़ी की ज़रूरत थी. കുട്ടി, നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയേ, എനിക്കൊരു വടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇസ്ലിയെ മേ ഇസെ ലേക്കർ ജാ രഹാ ഹൂം. അത് കാരണം ഞാൻ ഇതിനെ കൊണ്ടുപോവാണ്. ബാലക് നെ പലക് കർ ജോർ സെ കഹാ. അത് കേട്ടതും മകൻ തിരിഞ്ഞ് നല്ല ഉറക്കെ തന്നെ പറഞ്ഞു, മാ ദേഖ് രഹി ഹോ, യേ ദുഷ്ട ആദ്മി മേരെ പിതാ കി ദന്ത് ഖോദനി സീങ്ക് ലേക്കർ ഭാഗ് രഹാ ഹെ. ദന്ത് ഖോദനി സീങ്ക് എന്ന് വെച്ചാൽ ടൂത്ത് പിക്ക്. അമ്മ നോക്കുന്നുണ്ടോ, ഈ ദുഷ്ടനായ ആൾ എൻ്റെ അച്ഛൻ്റെ ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് ഓടണത്. इतने बड़े पेड़ की को सींग कहता देखकर धरपटक की आंखें अचरज से फैल गई. ആങ്കെ അച്ചരജ് പറഞ്ഞ വിസ്മയത്തോടെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും വലിയ മരത്തിനെ ഇവർ ടൂത്ത് പിക്ക് എന്നാണ് പറയുന്നത്. അത് കേട്ടിട്ട് ധർപ്പട്ടക്കിൻ്റെ കണ്ണ് വിസ്മയത്തോടെ നോക്കിപ്പോയി. വേ തുരന്ത് വഹാ സെ ഭാഗ് ഖടാ ഹുവ. ഇത് കേട്ടതും പേടിച്ച് ഓടിപ്പോയി.
उसके जाने के बाद മൂപ്പട്ടക് घर लौटा तो अपने बेटे से पूछा. അയാൾ പോയി കഴിഞ്ഞപ്പോൾ മൂപ്പട്ടക് തിരിച്ച് വീട്ടിൽ വന്നിട്ട് മകൻ്റെ അടുത്ത് ചോദിച്ചു, കഹാ ഗയാ വഹ ആദ്മി, എവിടെ പോയി അയാൾ? അപ്പോൾ മകൻ പറഞ്ഞു, ബേटे ने कहा वह हमारा ताड़ का पेड़ उखाड़ कर यहाँ से भाग गया. ധർപ്പട്ടക് നമ്മളുടെ പനമരത്തെ പിഴുതെറിഞ്ഞിട്ട് ഇവിടുന്ന് ഓടിപ്പോയി. മൂപ്പട്ടക് ने मुंह बनाकर पूछा. മൂപ്പട്ടക് കുറച്ച് മുഖമൊക്കെ ഉണ്ടാക്കി ദേഷ്യത്തോടൊന്ന് ചോദിച്ചു, തുമ്നെ ഉസ്സെ കുച്ച് കഹാ നഹി, നീ എന്താ അയാളുടെ അടുത്തൊന്നും പറഞ്ഞില്ലേ? बेटे ने जवाब दिया, जब वह लेकर भाग ही गया तो उससे मैं क्या कहता. അപ്പോൾ കുട്ടി തിരിച്ച് റിപ്ലൈ കൊടുത്തു, അയാൾ ഇതുകൊണ്ട് പോയില്ലേ, പിന്നെന്താ ഞാൻ പറയേണ്ടത്? बेटे की बात सुनकर മൂപ്പട്ടക് को बड़ा गुस्सा आया. മകൻ്റെ ഈ സംസാരം കേട്ടിട്ട് മൂപ്പട്ടകിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. വേ ബോല, മേരാ ബേട്ടാ ഹോക്കർ ഭി തുമ്നെ മേരാ നാം ഡുബോ ദിയ, എൻ്റെ മകനായിട്ടും നീ എൻ്റെ പേര് വെള്ളത്തിൽ ചേർത്തിയല്ലോ. ഡുബോ ദിയ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് നഷ്ടപ്പെടുത്തിയല്ലോ. ക്യാ തും ഉസേ കോയി മുँह തോട് ജവാബ് നഹി ദേ സക്തേ थे, നിനക്കെന്താ തിരിച്ചു വലിയ ഒരു റിപ്ലൈ കൊടുക്കായിരുന്നില്ലേ? ചലോ തുമേ അഭി ലേക്കർ നദി മേ ഫേങ്ക് ആത്താ ഹൂँ, നടക്ക് നിന്നെ കൊണ്ടുപോയി നദിയിൽ എറിയട്ടെ. നദി ഗാവ് സെ ബഹുത് ദൂർ थी, നദി ഈ വില്ലേജിൽ നിന്ന് ഭയങ്കര ദൂരമായിരുന്നു. വേ സോച്ച് रहा था कि जहाँ भी उसका बेटा घबरा कर रोएगा वह उसे चेतावनी देकर माफ़ कर देगा. മൂപ്പട്ടക് വിചാരിച്ചു, അവൻ്റെ കുട്ടി എപ്പോഴാണാവോ കരയുക ആ സമയത്ത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അവൻ ആ മകനെ ക്ഷമിക്കും. വേ തോ സിർഫ് ഉസെ ഡറാനാ ചാത്താ ഥാ, മൂപ്പട്ടക് തൻ്റെ കുട്ടിയെ പേടിപ്പിക്കാനേ നോക്കിയുള്ളൂ. നദീമേ ഫേങ്ക്ന നഹി, നദിയിലൊന്നും എറിയാനല്ല നോക്കിയത്. മഗർ രാസ്തേ ഭർ ന ഉസ്കാ ബേട്ടാ റോയ ന ഉസ്നെ കുച്ച് കഹ, പക്ഷേ വഴി മുഴുവൻ അവൻ്റെ കുട്ടി കരഞ്ഞതുമില്ല, ഒന്നും പറഞ്ഞതുമില്ല. മൂപ്പട്ടക് നെ ഉസെ ഡറാനെ കെ ലിയെ കഹ, മൂപ്പട്ടക് അവനെ പേടിപ്പിക്കാനായി വീണ്ടും പറഞ്ഞു, ഹം നദി കെ കരീബ് ആ പहुँचे हैं, ഞങ്ങൾ നദിയുടെ തൊട്ടരികിൽ തന്നെയാണ്. बेटे ने भी झट से कहा, മകനും അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു, हाँ पिताजी मुझे भी लहरों की छींटे लग रही है, അതേ അച്ഛ, എനിക്കും തിരമാലകളുടെ വെള്ളം തെറിക്കുന്നുണ്ട്. ഇസ് ജവാബ് സെ മൂപ്പട്ടക് കോ ബഡി ഹൈറാനി ഹുയി, ഈ റിപ്ലൈ കേട്ടതും മൂപ്പട്ടകിന് ആശ്ചര്യമായി. ഉസ്നെ അപ്നെ ബേട്ടെ കോ കന്ദേ സെ ഉതാർ കർ പൂച്ച, തോളത്തുനിന്ന് ഇറക്കിയിട്ട് തൻ്റെ മകൻ്റെ അടുത്ത് ചോദിച്ചു, ജറാ സച്ച് സച്ച് ബതാ തോ तुमने तो उस आदमी से कुछ कहा था या नहीं, ശരിക്കും പറഞ്ഞേ, നീ അയാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? बेटे ने कहा, മകൻ അപ്പോൾ പറഞ്ഞു, उससे तो मैंने कुछ नहीं कहा था मगर चिल्लाकर मैंने अपनी माँ से ज़रूर कहा था. അയാളുടെ അടുത്ത് ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഉറക്കെ ഞാൻ എൻ്റെ അമ്മ അടുത്താണ് പറഞ്ഞത്. कि वह दुष्ट मेरे पिता की दंत खोदनी सींक लेकर भाग रहा है, ആ ദുഷ്ടനായ ആൾ എൻ്റെ അച്ഛൻ്റെ ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് ഓടുന്നത് എന്ന്. മൂപ്പട്ടക് ने अपने बेटे को की पीठ थपथपाकर कहा, അച്ഛൻ മൂപ്പട്ടക് തൻ്റെ മകൻ്റെ പുറകിൽ തട്ടിയിട്ട് പറഞ്ഞു, ഷബാഷ് തും അപ്നെ ബാപ് കെ ബേട്ടെ ഹോ, നീ എൻ്റെ അച്ഛൻ്റെ കുട്ടി തന്നെ എന്ന് പറഞ്ഞ് ഷബാഷി പറഞ്ഞു.